ഹായ്, ഐ എം Arun Sivan. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് ക്യാമറ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്. ഇത് നിങ്ങൾ കാണുന്നത് ക്യാമറയുടെ അനാട്ടമിയാണ്. അതായത് ഒരു ക്യാമറ എടുത്തിട്ട് വട്ടം കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണ് നടക്കുന്നതെന്നുള്ള കാര്യങ്ങളാണിത്. അതിൻ്റെ സ്ട്രക്ചറും കാര്യങ്ങളുമാണ് നിങ്ങൾ ഈ കാണുന്നത്. അതായത് ഒരു ഒബ്ജക്റ്റിൽ നിന്ന് റിഫ്ലക്റ്റ് ചെയ്ത് വരുന്ന ലൈറ്റ് ഈ ലെൻസിലൂടെ കടന്ന് ക്യാമറയിലെത്തുന്നു. ഈ ലെൻസിൻ്റെ ഉള്ളിൽ അപ്പേർച്ചർ എന്ന് പറയുന്ന ഒരു പോർഷനുണ്ട്. ഈ അപ്പേർച്ചറിൻ്റെ ഉപയോഗം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലെൻസിൻ്റെ ഹോൾ, അതായത് ലൈറ്റ് കടന്നു വരുന്ന ഹോള് വലുതാക്കുകയും ചെറുതാക്കുകയും ചെയ്യുക എന്ന് പറഞ്ഞ പ്രോസസ്സാണ് ഈ അപ്പേർച്ചർ ചെയ്യുന്നത്. അപ്പേർച്ചറിൻ്റെ മീനിങ് തന്നെ ഹോൾ എന്നാണ്. ഹോൾ വലുതാക്കുമ്പോൾ, അതായത് അപ്പേർച്ചർ പൂർണ്ണമായിട്ട് ഓപ്പൺ ചെയ്യുമ്പോൾ ഹോൾ വലുതാകുകയും പൂർണ്ണമായിട്ട് ചെറുതാക്കാം, അതായത് കട്ട് ചെയ്യുമ്പം ഹോൾ ചെറുതാകുകയും ചെയ്യുന്നു. അപ്പോൾ ഈ ഹോൾ വലുതാകുന്ന സമയത്ത് കൂടുതൽ ലൈറ്റ്, അതായത് നമുക്ക് ക്യാമറയ്ക്ക് കൂടുതൽ ലൈറ്റ് വേണമെങ്കിൽ ഈ ഹോളിനെ വലുതാക്കാം, കുറച്ച് ലൈറ്റ് മതിയെങ്കിൽ ഹോൾ ചെറുതാക്കാം. ഇതൊരു ക്യാമറയുടെ ലൈറ്റ് കൺട്രോൾ യൂണിറ്റാണ്. അതായത് ലൈറ്റിനെ എത്രമാത്രം ക്യാമറയിലേക്ക് കടത്തി വിടണം വേണ്ട എന്ന് നമുക്ക് ഡിസൈഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ലൈറ്റിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു യൂണിറ്റായിട്ട് നമുക്ക് അപ്പേർച്ചറിനെ പറയാം. ഈ ലെൻസിൻ്റെ പുറകിലായിട്ട് കാണുന്ന ഈ ഒരു പോർഷനാണ് ഷട്ടർ എന്ന് പറയുന്നത്. ഷട്ടറിൻ്റെ ഡ്യൂട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അൺവാണ്ടഡ് ലൈറ്റ്സിനെ ക്യാമറയുടെ ഉള്ളിലേക്ക് കടത്താതിരിക്കുക എന്ന് പറയുന്ന ഒരു കാര്യമാണ് ഷട്ടർ ചെയ്യുന്നത്. അതായത് ഈ ഷട്ടറിൻ്റെ പുറകിലായിട്ടാണ് നമ്മുടെ സെൻസർ ഇരിക്കുന്നത്. അത് ഡിജിറ്റൽ ടൈമിൽ സെൻസർ അനലോഗ് ക്യാമറ ആയിരുന്നു എങ്കിൽ ഇതിനകത്ത് ഫിലിമും ആയിരുന്നു ഇരിക്കുന്നത്. അതായത് അൺവാണ്ടഡ് ലൈറ്റ്സ് ഈ സെൻസറോ അല്ലെങ്കിൽ ഇമേജ് പ്ലെയിനുമായിട്ട് കോൺടാക്റ്റിൽ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതിനെ കീപ്പ് ചെയ്യുന്ന, അതായത് ക്യാമറ ഇൻസൈഡ് ഡാർക്കായിട്ട് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു പോർഷനാണ് ഷട്ടർ എന്ന് പറയുന്നത്. നമ്മളിത് ഷട്ടർ ബട്ടൺ, അതായത് ഷട്ടർ റിലീസിങ് ബട്ടൺ ഉണ്ട്, അതിൽ പ്രസ് ചെയ്യുമ്പോൾ ഈ ഷട്ടർ ഓപ്പൺ ആവുകയും ഈ ഷട്ടറിൻ്റെ അവിടം വരെ എത്തി നിൽക്കുന്ന ലൈറ്റ് ഓപ്പൺ ആകുന്നതോട് കൂടിയിട്ട് നമ്മുടെ സെൻസർ അല്ലെങ്കിൽ ഫിലിമിൽ വന്ന്, അല്ലെങ്കിൽ സെൻസർ എന്ന് പറയാം ഡിജിറ്റലിൽ, സെൻസറിൽ വന്ന് പതിക്കുകയും സെൻസറിൽ വന്ന് പതിക്കുമ്പോൾ ഈ സെൻസറിൽ ഈ ലൈറ്റിന് ആസ്പദമായ ഈ സെൻസറിൻ്റെ ഉള്ളിലുള്ള സെൽസ് എന്ന് പറയുന്ന ഫോട്ടോ ഡയോഡ്സുകളാണ്. ലൈറ്റ് വന്ന് പതിക്കുമ്പോൾ ഈ ലൈറ്റിനെ ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. ഈ ഇലക്ട്രിക്കൽ എനർജിയെ ഈ സെൻസറിൽ നിന്ന് നമ്മൾ ഇതിൻ്റെ ക്യാമറ ഒരു പ്രോസസ്സർ എന്ന് പറഞ്ഞൊരു യൂണിറ്റ് ഉണ്ട്, ഈ പ്രോസസ്സറിലേക്ക് എത്തുന്നു. ഈ പ്രോസസ്സർ എന്ന് പറയുന്നത് ക്യാമറയുടെ ബ്രെയിൻ എന്നാണ് അറിയപ്പെടുന്നത്. നമ്മൾ ക്യാമറയുടെ മെനുവിൽ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഓർത്തിരിക്കുന്നതും അതിനനുസരിച്ചിട്ട് നമ്മുടെ ഇൻസ്ട്രക്ഷൻസ് അനുസരിച്ചിട്ട് പ്രവർത്തിക്കുന്നതും ഈ ബ്രെയിനാണ്. അപ്പോൾ നമ്മൾ എന്തൊക്കെ ഫങ്ഷൻസും എന്തൊക്കെയാണ് എനേബിൾ ചെയ്തേക്കുന്നത്, നമ്മൾ എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്, ആ മെനുവിൽ പറഞ്ഞിരിക്കുന്ന രീതിയിലേക്ക് ഈ വരുന്ന ഡേറ്റേനെ, അതായത് ജെപെഗ് ആക്കണോ, റോ ആയിട്ട് സ്റ്റോർ ചെയ്യണോ, അതായത് നമ്മൾ എന്തെങ്കിലും ചേഞ്ചസ് വരുത്തുന്നുണ്ടെങ്കിൽ അങ്ങനെ ചേഞ്ചസുകൾ വേണമെങ്കിൽ വരുത്താം. അത് മെമ്മറി കാർഡിലേക്ക് സ്റ്റോർ ചെയ്യുന്നതെന്ന് പറയുന്നത് ഈ പ്രോസസ്സറാണ്. അങ്ങനെ മെമ്മറി കാർഡിലേക്ക് നമ്മൾ എടുക്കുന്ന ഈ വരുന്ന ലൈറ്റിനെ ഇമേജായിട്ട് സ്റ്റോർ ചെയ്യുന്നു. ഇതാണ് ക്യാമറയുടെ ഒരു പ്രവർത്തനം എന്ന് പറയുന്നത്. ഇത് ഫിലിം ക്യാമറയിലാണെങ്കിൽ ഈ ഇമേജ് പ്ലെയിൻ എന്ന് പറയുന്നത് ഈ സെൻസറിന് പകരമായിട്ട് അവിടെ ഒരു ഫിലിമാണ് ഇരിക്കുന്നത്. ആ ഫിലിമിൽ വരുന്നത്, അവിടെ ഈ ഫിലിമിൻ്റെ ഒരു പ്രവർത്തനം എന്ന് പറഞ്ഞാൽ കെമിക്കൽ റിയാക്ഷൻസ് ആണ് സംഭവിക്കുന്നത്. ഈ കെമിക്കൽ റിയാക്ഷൻസ് സംഭവിക്കുമ്പോൾ അവിടെ ഇമേജ് ഫോം ചെയ്യുകയും ആ ഇമേജിനെ നമ്മൾ പ്രോസസ്സ് ചെയ്തിട്ട്, അല്ലെങ്കിൽ സ്റ്റുഡിയോകളിൽ കൊടുത്തിട്ടോ ലാബുകളിൽ കൊടുത്തിട്ടോ പ്രോസസ്സ് ചെയ്തിട്ടാണ് ഇമേജായിട്ട് എടുക്കുകയും ചെയ്യുന്നത്. ഇങ്ങനെയാണ് ക്യാമറ പ്രവർത്തിക്കുന്നത്. അതുപോലെ തന്നെ കണ്ണെങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ളതിലേക്ക് നമുക്ക് നോക്കാം. അതായത് നമ്മൾ ആദ്യം ക്യാമറയിൽ പറഞ്ഞതുപോലെ തന്നെ ഒരു ഒബ്ജക്റ്റിൽ നിന്ന് റിഫ്ലക്റ്റ് ചെയ്ത് വരുന്ന ലൈറ്റ് കണ്ണിലേക്ക് എൻ്റർ ചെയ്യുന്നു. കണ്ണിൻ്റെ ഔട്ടർ ലുക്കായിട്ട് ഒരു സ്ക്ലിറ എന്ന് പറയുന്നത് ഒരു വൈറ്റർ പോർഷൻ, അതിൻ്റെ സെൻട്രലായിട്ട് നമ്മൾ കൃഷ്ണമണി എന്നൊക്കെ പറയും, അതിനെ ശരിക്കും കോർണിയ എന്നാണ് പറയുന്നത്. അത് കുറച്ച് ബൾജ് ചെയ്ത് പുറത്തേക്ക് ബൾജ് ചെയ്തൊക്കെയാണ് നിൽക്കുന്നത്. അതിൻ്റെ സെൻട്രലായിട്ടൊരു ഹോളുണ്ട്, പ്യൂപ്പിൾ എന്ന് പറയും. ഈ പ്യൂപ്പിളിൻ്റെ ഉള്ളിൽ കൂടെയാണ് ലൈറ്റ് കണ്ണിൻ്റെ ഉള്ളിലേക്ക് എൻ്റർ ചെയ്യുന്നത്. ഈ പ്യൂപ്പിളിൻ്റെ സൈസ്, അതായത് ഹോളിൻ്റെ സൈസ് വലുതാക്കുകയും ചെറുതാക്കുകയും ചെയ്യുന്ന ഐറിസ് എന്ന് പറയുന്ന ഒരു ഗ്രന്ഥി കണ്ണിലുണ്ട്. ഇത് കണ്ണിലേക്ക് ആവശ്യാനുസരണമായ, കണ്ണിന് കാഴ്ചയ്ക്ക് ആവശ്യമായ രീതിയിലേക്ക് ഈ ഹോളിനെ, അതായത് ഹോള് വലുതാക്കുകയും ചെറുതാക്കുകയും ചെയ്യുമ്പോൾ വലുതാകുമ്പോൾ കൂടുതൽ ലൈറ്റ് എൻ്റർ ചെയ്യും, ചെറുതാക്കുമ്പോൾ കുറച്ച് ലൈറ്റ് എൻ്റർ ചെയ്യും. അപ്പോൾ ആവശ്യാനുസരണം ഇതിൻ്റെ വലിപ്പം കൺട്രോൾ ചെയ്യുന്നു ഈ ഐറിസ്. ഇതിലൂടെ കടന്നു വരുന്ന ലൈറ്റ് ലെൻസിലൂടെ കടന്ന് ഇതിൻ്റെ ഇന്നർ പാർട്ടായ റെറ്റിനയിലെത്തുന്നു. ഈ റെറ്റിനയിൽ ധാരാളം കോൺ സെൽസും റോഡ് സെൽസും ഉണ്ട്. ഈ സെൽസിലേക്ക് ലൈറ്റ് എത്തുകയും ഈ ലൈറ്റിനെ ഈ സെൽസുകൾ അബ്സോർവ് ചെയ്യുകയും ഈ അബ്സോർവ് ചെയ്ത് വരുന്ന ലൈറ്റ് ഒപ്റ്റിക്സ് നെർവ്സ് വഴി ബ്രെയിനിലെത്തുകയും
അങ്ങനെ നമുക്ക് കാണാൻ സാധിക്കുന്നു, അല്ലെങ്കിൽ കാഴ്ച സാധ്യമാകുന്നു. ഇതാണ് കണ്ണിൻ്റെ ഒരു പ്രവർത്തനം എന്ന് പറയുന്നത്. നമുക്ക് ഇതിൻ്റെ രണ്ടിൻ്റെയും, അതായത് ക്യാമറയുടെയും കണ്ണിൻ്റെയും ഒക്കെ പ്രവർത്തനം വെച്ച് നോക്കുമ്പോഴും ഇതിൻ്റെ ഒരു അനാട്ടമി എടുക്കുമ്പോൾ, നമുക്ക് ഈ കണ്ണിൻ്റെ അനാട്ടമിയും അതുപോലെ തന്നെ ക്യാമറയുടെ അനാട്ടമി എടുക്കുമ്പോഴും ഇതിനകത്തുള്ള കമ്പോണൻസുകളുടെ അറേഞ്ച്മെൻറ്റുകളിലും ഇതിനകത്ത് വന്നേക്കുന്ന കമ്പോണൻസുകളിലും നിരവധി സിമിലാരിറ്റീസ് ഉണ്ട്. അതായത് കണ്ണിൻ്റെ സെയിം പ്രവർത്തനം തന്നെയാണ് ക്യാമറയിൽ നടക്കുന്നത്. സെയിം എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കണ്ണിൻ്റെ ഒരു കേപ്പബിലിറ്റി അച്ചീവ് ചെയ്യുക എന്ന് പറയുന്നത് ക്യാമറ സംബന്ധിച്ച് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ഇനി ചിലപ്പോൾ ഫ്യൂച്ചറിൽ കഴിഞ്ഞേക്കാം, ടെക്നോളജി ഡെവലപ്പ് ചെയ്ത് വരുന്നതനുസരിച്ചിട്ട്. പക്ഷേ ഈ കളർ സെൻസിങ്ങിൽ ഇപ്പം ഈ ഒരു പീരീഡിൽ ഈ കണ്ണിൻ്റെ ഒരു കളർ സെൻസിങ്ങോ അല്ലെങ്കിൽ കണ്ണിൻ്റെ ഒരു ഡൈനാമിക് റേഞ്ചോ ഒന്നും ക്യാമറയ്ക്ക് കിട്ടിയിട്ടില്ല. നമുക്ക് ഇതിൽ നിന്ന് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന കണ്ണിൻ്റെ ഒരു റെഫറൻസ് വെച്ചിട്ട് ആണ് ക്യാമറ ഉണ്ടാക്കിയേക്കുന്നത്. ഇതിൻ്റെ സ്ട്രെച്ചറിങ് നോക്കുമ്പോൾ വളരെ വ്യക്തമാണ്. കണ്ണ് എങ്ങനെയാണോ എൻ്റെ സ്ട്രെച്ചർ ചെയ്തേക്കുന്നത് അതിലുപോലെ തന്നെയാണ് ക്യാമറ എടുത്തേക്കുന്നത്. അപ്പോൾ മനുഷ്യൻ്റെ കണ്ണിൻ്റെ പവറിൻ്റെ എത്രയോ വളരെ കുറവ് മാത്രമാണ് നമ്മൾ മനുഷ്യനിർമ്മിതമായ ക്യാമറയ്ക്കുള്ളൂ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ഫോട്ടോഗ്രാഫി പഠിക്കുന്ന സ്റ്റുഡൻറ്റ് എന്നുള്ള രീതിയിൽ ഈ കണ്ണും ക്യാമറയും തമ്മിൽ വളരെ വ്യത്യാസമില്ല എന്നുള്ളത് നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. നമ്മൾ ചിന്തിക്കുമ്പോഴും നമ്മുടെ ഫോട്ടോഗ്രാഫിക് വ്യൂ അതായത് നമ്മൾ ഫോട്ടോഗ്രാഫറായിട്ട് ചിന്തിക്കുമ്പോഴും നമ്മൾ കാണുമ്പോഴും നമുക്കൊരു ക്യാമറ വേണമെന്നില്ല ഒരു നല്ല ഫ്രെയിം കാണാനായിട്ട്. ഇപ്പോൾ ചില ആളുകൾ ചിന്തിക്കുന്നുണ്ട്, ഇപ്പോൾ എല്ലാ സെക്കൻഡിലും ക്യാമറ ക്യാരി ചെയ്തുകൊണ്ട് നടന്നു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഫ്രെയിമുകൾ കണ്ടുപിടിക്കാൻ പറ്റും. അങ്ങനെയല്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കണ്ണാണ് ഏറ്റവും വലിയ ക്യാമറ എന്ന് പറയുന്നത്. ഇതിൻ്റെ റെഫറൻസിലാണ് ക്യാമറ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പം നമുക്ക് കണ്ണുകൾ കൊണ്ട് നമുക്ക് ജഡ്ജ് ചെയ്യാനായിട്ടുള്ള ഒരു കപ്പാസിറ്റി ഈ ഫോട്ടോഗ്രാഫി സ്റ്റഡീസിലൂടെ അല്ലെങ്കിൽ ഫോട്ടോഗ്രാഫി പഠിക്കുന്നതിലൂടെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. ഇത്രയുമാണ് ക്യാമറയെക്കുറിച്ചും കണ്ണിനെക്കുറിച്ചും പറയാനുള്ളത്. ഈ ഒരു പോർഷൻ ഇങ്ങനെ ഞാൻ സിമിലാരിറ്റീസ് വെച്ച് പറയാൻ അല്ലെങ്കിൽ കമ്പയർ ചെയ്യാനുള്ള റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തന്നെ ഇത് കണ്ണും എന്ന് പറയുന്നത് ക്യാമറ എന്ന് പറയുന്നത് രണ്ടല്ല, രണ്ടും ഒന്നാണെന്ന് കേൾക്കുന്ന നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടും ഇതിനെ രണ്ടായിട്ട് കാണരുത്. ഇത് നമ്മുടെ ബോഡിയുടെ പാർട്ട് തന്നെയാണ്. ഇത് ഒരു ഫോട്ടോഗ്രാഫറെ സംബന്ധിച്ച് നമ്മുടെ കണ്ണെടുത്ത് കൈ വെച്ചേക്കുന്നത് പോലെ തന്നെയാണ് ക്യാമറ കൈ പിടിക്കുന്നത് എന്ന് നമ്മൾ വിചാരിക്കണം. ആ തരത്തിൽ ചിന്തിച്ചാൽ മാത്രമേ നമുക്ക് നല്ലൊരു ഫോട്ടോഗ്രാഫർ ആവാൻ കഴിയുള്ളൂ. ഇതിൻ്റെ കൂടുതൽ വിശദാംശങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ഫോർ നൗ.